നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിവിൻ പോളിക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടു. നെഞ്ചുറപ്പോടെ കട്ടയ്ക്ക് നിവിൻ പോളി അന്ന് സംസാരിച്ചു. ഞാനെൻ്റെ പോരാട്ടം തുടങ്ങുകയാണ്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പലർക്കും വേണ്ടിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ നടുക്കിക്കൊണ്ട് പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരുന്നു. പല വമ്പന്മാരും മൂക്കുകുത്തി നിലത്ത് കിടന്നിഴയുന്നത് നമ്മൾ കണ്ടു. അതിനിടയിലാണ് നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം. എന്നാൽ നിവിൻ പോളി നെഞ്ചുയർത്തി ആരോപണത്തിനെതിരെ നിലകൊണ്ടപ്പോൾ തുടക്കത്തിൽ തന്നെ കേരളം ശ്രദ്ധിച്ചു. നിവിൻ പോളി നിരപരാധിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കുറിപ്പുകൾ പടർന്നു. വ്യാജാരോപണത്തിൽ നിവിൻ പോളി വീണില്ല എന്ന് മാത്രമല്ല, ദിവസങ്ങൾക്കുള്ളിൽ അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കാൻ ആ നടന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിവിൻ പോളി ഇപ്പോൾ സിനിമാ ലോകത്ത് ഹീറോ ആണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളാണ് സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ഉയർന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ പോലും ഭയം കടന്നുകൂടിയ ദിവസങ്ങൾ. വെളിപ്പെടുത്തലുകളുടെ ഘോഷയാത്ര. റിപ്പോർട്ടർ ടിവിയും 24ഉം ഏഷ്യാനെറ്റും ഒക്കെ ചേർന്ന് പരസ്പരം മത്സരിക്കുമ്പോൾ ഓരോ ദിവസവും നിർണായകമായ പല വെളിപ്പെടുത്തലുകളും. അതിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്ന സന്ദേഹം പടർന്നിരുന്നു. എന്നാൽ നിവിൻ പോളിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പിന്നാലെ സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ട അവസ്ഥയിലാണ്. ആരോപണം അടിച്ചു തെറിപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവരിൽ പടർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ ലോകം ഒറ്റക്കെട്ടായി ഇപ്പോൾ നിവിൻ പോളിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു. നിവിൻ പോളിക്കെതിരെ കേസെടുത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ദിവസങ്ങൾക്കുള്ളിൽ നിവിൻ പോളിയെ അറസ്റ്റ് ചെയ്യുമെന്നും ആദ്യ വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ അതേ പോലീസിന് മുന്നിൽ നെഞ്ചുറപ്പോടെ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ആക്ഷൻ ഹീറോ. ആരോപണ വിധേയനിൽ നിന്ന് ഇപ്പോൾ പരാതിക്കാരനിലേക്ക് മാറിയിരിക്കുന്ന ഭാവപ്പകർച്ചയാണ് നിവിൻ പോളിക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തണമെന്നും ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇപ്പോൾ നിവിൻ പോളി ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമൊക്കെ നടൻ തന്റെ പരാതി കൈമാറിയിട്ടുണ്ട്. ഒപ്പം നിവിൻ പോളിക്കെതിരെ കേസെടുത്ത പോലീസിന് മുന്നിൽ നിർണായക തെളിവുകളാണ് നിവിൻ പോളി ഹാജരാക്കിയത്. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിച്ച ദിവസങ്ങളിൽ താൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന് മുന്നിൽ ഹാജരാക്കി. പാസ്പോർട്ടും മറ്റ് വിശദാംശങ്ങളും അടങ്ങിയ തെളിവുകൾ തന്നെയാണ് നിവിൻ പോളി പോലീസിന് മുന്നിൽ ഹാജരാക്കിയത്. ഇതോടെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അക്ഷരാർത്ഥത്തിൽ വിളറി വെളുത്തു നിൽക്കുന്നു. പീഡിപ്പിച്ചതായി പറയപ്പെടുന്ന ദിവസങ്ങളിൽ താൻ വിദേശയാത്ര നടത്തിയിട്ടില്ല എന്ന് നിവിൻ തന്റെ പരാതിയിൽ ഉറപ്പിച്ചു പറയുന്നു. ഇതിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ പകർപ്പും പരാതിക്കൊപ്പം നിവിൻ പോളി നൽകി. കേസിൽ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നാണ് നിവിൻ പോളിയുടെ ആവശ്യം. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയ നിവിൻ പോളി എന്നാൽ അവിടെ കൊണ്ട് തന്റെ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല. ഇന്നലെ വീണ്ടും പോലീസ് സംഘത്തിന് മുന്നിൽ നിവിൻ പോളി പുതിയൊരു പരാതി നൽകി. തനിക്കെതിരെയുള്ള കേസ് ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പരാതിയിൽ നടൻ നിവിൻ പോളി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2023 നവംബറിനും ഡിസംബർ 15-നുമിടയിൽ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് ആരോപണമുന്നയിച്ച യുവതി പറയുന്നത്. നേര്യമംഗലം സ്വദേശിയായ യുവതിയെക്കുറിച്ച് നിരവധി തെളിവുകൾ ഇപ്പോൾ നിവിൻ പോളിയും അന്വേഷണ സംഘത്തിന് കൈമാറി. ഡിസംബർ 14 മുതൽ 3 ദിവസങ്ങളിലാണ് താൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് എന്ന് യുവതി തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. അതും ഒരു ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട നിലയിലാണ് നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചത്. ഈ സമയത്ത് നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്റെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു എന്ന വിനീത് ശ്രീനിവാസന്റെ വെളിപ്പെടുത്തലാണ് ആദ്യം കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു നേടിയത്. തൊട്ടു പിന്നാലെ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ഇന്നലെ നടി പാർവതി കൃഷ്ണ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നുള്ള വീഡിയോയും ഫോട്ടോകളും അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഒരു കുറിപ്പിട്ടത്. ഇതോടെ സിനിമാ ലോകം ഒന്നടങ്കം ഉണർത്തെഴുന്നേറ്റു. സാധാരണഗതിയിൽ മുഖ്യധാര സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന നടനായിരുന്നു നിവിൻ പോളി. മലയാള സിനിമാ ലോകത്തെ പവർ ഗ്രൂപ്പുകളിൽ ഒന്നും പെടാത്ത നിവിൻ പോളി ഒറ്റയാനായി തന്നെ തന്റെ അഭിനയ ലോകത്ത് തുടർന്നിരുന്നു. യുവതലമുറയിൽപ്പെട്ട വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവരുമായി കൃത്യമായ സൗഹൃദം സൂക്ഷിക്കുന്ന നിവിൻ പോളിക്ക് എന്നാൽ പവർ ഗ്രൂപ്പുമായി ഒരു സമവായത്തിലെത്താൻ ഒരിക്കലും കഴിഞ്ഞില്ല. എന്നാൽ പവർ ഗ്രൂപ്പിനപ്പുറം പവറുണ്ട് തനിക്ക് എന്ന് മലയാള സിനിമാ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇപ്പോൾ നിവിൻ പോളിക്ക് സാധിച്ചിരിക്കുന്നു. മുകേഷും സിദ്ദിഖും ഇടവേള ബാബുവും ഒക്കെ വീണിടത്താണ് നിവിൻ പോളി ഉയർന്നെഴുന്നേറ്റത്.
തനിക്കെതിരെ ഉന്നയിക്കുന്നത് വ്യാജ പരാതിയാണ് എന്ന് തുടക്കത്തിലെ നെഞ്ചുറപ്പോടെ പറയാൻ അങ്ങനെ നിവിൻ പോളിക്ക് കഴിഞ്ഞതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. വ്യാജ പീഡനാരോപണം ഉന്നയിച്ച യുവതി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായ അവസ്ഥയിലാണിപ്പോൾ. വ്യാജ പീഡനമുന്നയിച്ച യുവതിക്ക് ഒരുപക്ഷെ പരാതിയിൽ പറയുന്ന കുറ്റങ്ങൾ ചെയ്താൽ പ്രതിക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചില ഹണി ട്രാപ്പുകാരും രംഗത്തെത്തിയതാണ് കൂടുതൽ ഭയമുളവാക്കിയത്. പലപ്പോഴും വ്യാജ പരാതികൾ ഉയരുമ്പോൾ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തങ്ങളും ആരോപണ വിധേയനിൽ വന്നണയുന്നു. അവിടെയാണ് നിവിൻ പോളി അക്ഷരാർത്ഥത്തിൽ വിജയിച്ചത്. 2021 ശേഷം യുവതി പറയുന്ന ദുബായിലെ ഹോട്ടലിൽ നിവിൻ പോളി എത്തിയിട്ടില്ല എന്ന് പോലീസ് തങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഇത്തരം വ്യാജ പരാതിക്കാരെ പൂർണ്ണമായി സമൂഹം ഒഴിവാക്കേണ്ടത് തന്നെ. എങ്കിലും സിനിമയിലെ പുഴുക്കുത്തുകൾ ഇത്തരം കേസുകളുടെ മറവിലൂടെ രക്ഷപ്പെടാനും പാടില്ല. അവിടെയാണ് നിവിൻ പോളി വ്യത്യസ്തനാകുന്നത്. തൻ്റെ പോരാട്ടങ്ങൾ വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് നിവിൻ പോളി എത്തി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.